നമ്മൾ പമ്പിൽ കയറുമ്പോൾ ഇന്ന് സാധാരണ കാണുന്ന സ്റ്റിക്കറുകളാണ് E10ഉം E20യും. എന്നാൽ ഇതിന്റെ അടുത്ത ഘട്ടം, അതായത് E25ഉം E30ഉം പെട്രോൾ വരാൻ പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇത് കേൾക്കുമ്പോൾ നല്ല കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ സാധാരണക്കാരനറിയാത്ത ചില അപകടങ്ങളുണ്ട്. സർക്കാർ പറയുന്നത് വിദേശ രാജ്യങ്ങളെ കണ്ടുപഠിക്കണമെന്നാണ്. ഉദാഹരണത്തിന് ബ്രസീൽ, അവിടെ E27 ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. അവിടെ എഥനോൾ കലർത്തിയ പെട്രോളിന് സാധാരണ പെട്രോളിനേക്കാൾ വില കുറവാണ്. ലാഭം അവിടുത്തെ ജനങ്ങൾക്കാണ്. എന്നാൽ ഇന്ത്യയിലോ? എത്ര ശതമാനം കലർത്തിയാലും നമുക്ക് ഒരേ വില. ലാഭം മുഴുവൻ കമ്പനികൾക്കും സർക്കാരിനും മാത്രം. സാങ്കേതികമായി പറഞ്ഞാൽ ഇതൊരു വലിയ റിസ്ക്കാണ്. നമ്മുടെ പഴയ വണ്ടികളുടെ എഞ്ചിൻ സിസ്റ്റം ഈ 30% എഥനോൾ താങ്ങാൻ പാകത്തിലുള്ളതല്ല. ഒരു പഴയ കമ്പ്യൂട്ടറിൽ പുതിയ സോഫ്റ്റ്വെയർ ഇട്ടാൽ അത് ഹാങ് ആകുന്നതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫ്യുവൽ പമ്പും ഹോസുകളും പണിതരും. എഥനോൾ വെള്ളത്തെ വലിച്ചെടുക്കുന്നതുകൊണ്ട് ടാങ്കിനുള്ളിൽ തുരുമ്പ് വരാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ മലിനീകരണം കുറയ്ക്കാമെന്ന് പറയുമ്പോഴും വണ്ടിയുടമകളുടെ പോക്കറ്റടിക്കാനാണ് ഈ നീക്കം ഉപകരിക്കുക. മൈലേജ് കുറയും, എഞ്ചിൻ പണി വരും, ഒടുവിൽ നമ്മൾ പുതിയ വണ്ടി വാങ്ങാൻ നിർബന്ധിതരാകും. വിദേശത്തെ മാതൃകയാക്കുമ്പോൾ അവിടുത്തെ പോലെ വില കുറയ്ക്കാനും സർക്കാർ തയ്യാറാകണം. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി കമ്പനികൾ പറയുന്ന ഒന്നാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ. എന്താണ് ഈ ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതികവിദ്യയെന്നും അത് നമ്മുടെ വണ്ടികൾക്ക് എങ്ങനെ ഉപകരിക്കുമെന്നും നമുക്ക് നാളത്തെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. നിങ്ങളുടെ വണ്ടി ഈ മാറ്റത്തിന് തയ്യാറാണോ? സർക്കാരിന്റെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വണ്ടി വിശേഷങ്ങൾക്കായി മോട്ടോർ പീടിക പിന്തുടരുക.